നമസ്കാരം എല്ലാ മലയാളി പ്രേക്ഷകർക്കും SU വിഷൻ അവതരിപ്പിക്കുന്ന അൺബോക്സിംഗ് ആൻഡ് ഇൻസ്റ്റാളിംഗ് എന്ന മറ്റൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം അസുമോനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പാചകത്തെ സ്നേഹിക്കുന്ന വെറൈറ്റികൾ അതിവേഗത്തിലും എളുപ്പത്തിലും ടേസ്റ്റിലും ആരോഗ്യത്തിന് മറ്റൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത രൂപത്തിൽ നമ്മുടെ ആധുനിക ലോകത്ത് കണ്ടുപിടിച്ച ഒരുപാട് പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അൺബോക്സ് ചെയ്യുന്നത്. അതിൽപ്പെട്ട ഒരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് ഇന്ന് നമ്മളിവിടെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും മിസ്റ്റർ ബട്ട്ലർ എന്ന ബ്രാൻഡഡ് കമ്പനി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് മൾട്ടി യൂസിൻ്റെ ഒരു ഓട്ടോമാറ്റിക് ഇലക്ട്രിക് കുക്കറാണ്. ഇലക്ട്രിക് കുക്കർ എന്ന് പറഞ്ഞാൽ അത് കുക്കർ തന്നെയാണ്. നമുക്കറിയാം, നമ്മൾ വീടുകളിൽ സാധാരണമായി ഉപയോഗിക്കുന്ന അലുമിനിയം കുക്കർ, സ്റ്റീലിൻ്റെ കുക്കർ, നമുക്കറിയാം ഗ്യാസിൻ്റെ മുകളിലോ അതല്ലെങ്കിൽ കറണ്ട് അടുപ്പിലോ വെച്ചിട്ട് നമ്മൾ സ്റ്റീൽ കുക്കറോ അല്ലെങ്കിൽ അലുമിനിയം കുക്കറോ പാചകം ചെയ്യുമ്പോൾ അതിൽ നമ്മൾ അരിയോ അല്ലെങ്കിൽ കറിയോ നമ്മൾ എന്താണോ ഉണ്ടാക്കുന്നത് അത് പാകമാകുമ്പോൾ അതിന് വിസിൽ അളവാണ് ഉണ്ടാവുക. ഒരു വിസിൽ, 2 വിസിൽ, 3 വിസിൽ. അപ്പോൾ ഈ വിസിൽ എന്ന അളവ് നമുക്ക് കേൾക്കുമ്പോൾ പറയാം ഇത്ര വിസിലായെങ്കിൽ നമ്മൾ ആ ഒരു ഐറ്റം അവിടെ പാചകം കറക്റ്റായിട്ടുണ്ട് എന്ന് നമ്മൾ വിലയിരുത്തുകയാണ് സ്വാഭാവികമായി നമ്മുടെ വീട്ടമ്മമാർ ചെയ്യാറ്. അപ്പോൾ അതേപോലെ തന്നെ ഒരു കുക്കർ തന്നെയാണ് സ്റ്റീൽ നിർമ്മിതമായ സ്റ്റീൽ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഒരു ഉൾവശം സ്റ്റീൽ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഒരു കുക്കർ, സ്റ്റീൽ കുക്കർ എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റീൽ കുക്കറാണ്, പക്ഷേ ഇത് ഇലക്ട്രിക്കാണ്. മറ്റേ നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ അല്ലെങ്കിൽ കറണ്ട് അടുപ്പിൻ്റെ മുകളിൽ വെച്ച് ആ കുക്കർ പാചകം ചെയ്യുന്നുവെങ്കിൽ ഇതിന് ഗ്യാസിൻ്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ മുകളിൽ വെക്കുക അല്ലെങ്കിൽ അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ഇതിലേക്ക് തന്നെ നമുക്ക് ഒരു 3 പ്ലഗ് കൊടുത്ത് ഓൺ ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കാം. അതേപോലെ തന്നെ വിസിൽ വരും. ഓരോ വിസിലിനും നമ്മൾ നിരന്തരമായി യൂസ് ചെയ്യുമ്പോൾ അവർക്കറിയാം ഈ ഒരു വിസിൽ 2 വിസിലൊക്കെ വരുമ്പോൾ ആ ഉള്ളിലുള്ള ഐറ്റം പാചകമായിട്ടുണ്ടോ അല്ലെങ്കിൽ വെന്തിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് സെയിം മെത്തേഡ് തന്നെയാണ്, പക്ഷേ ഇത് ഇലക്ട്രിക്കാണ്. നമുക്ക് ഡയറക്റ്റ് ഇതിനൊരു കോഡ് വരേണ്ട, അത് പ്ലഗ് കൊടുക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് ഈ കുക്കർ വിസിൽ വരും, ഈ കുക്കർ പാചകമാകാം, ഈ വിസിൽ പ്രവർത്തിച്ച് തുടങ്ങും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡുകളാണ്. നിങ്ങൾ കണ്ടിട്ട് അധികം കോംപ്ലിക്കേഷൻ ആകണ്ട. തന്നെയുമല്ല, നിങ്ങൾക്ക് ഇത് ഒരു വണ്ടിയിലോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും അല്ലെങ്കിൽ നമുക്ക് യാത്രയിലൊക്കെ യൂസ് ചെയ്യാൻ എവിടെ വേണമെങ്കിൽ കൊണ്ടുപോയി നമുക്ക് യൂസ് ചെയ്യാനും, അതേപോലെ തന്നെ റൈസ് കുക്കർ പോലെ ഒരു കീപ്പ് വാമിങ് മൂഡിലിടുകയാണെങ്കിൽ റൈസ് കുക്കർ ആകുമ്പോൾ ഒരു ടെമ്പറേച്ചർ എപ്പോഴും അതിൻ്റെ ഉള്ളിൽ നിലനിൽക്കുകയും അപ്പോൾ എപ്പോഴും ചൂടോടുകൂടി ഭക്ഷണങ്ങൾ ഒരു കീപ്പ് വാമിൽ വെക്കാനും ഒക്കെ കഴിയുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണം തന്നെയാണ് മൾട്ടി യൂസ് ഇലക്ട്രിക് ഹോട്ടോ കുക്ക് എന്ന് പറഞ്ഞാൽ ഈ മിസ്റ്റർ ബട്ട്ലറിൻ്റെ ഈ ഒരു കുക്കർ. അപ്പോൾ ഈ ഒരു പ്രഷർ കുക്കർ ഇത് ഇലക്ട്രിക് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ വൈദ്യുതിയിൽ നിന്നും ഏകദേശം 1000 വാട്ട്സാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് കറണ്ട് അടുപ്പിൻ്റെ ചാർജ് പോലും ഉപയോഗിക്കുന്നില്ല, 1000 വാട്ട്സിൻ്റെ അടുത്തേ വരുന്നുള്ളൂ. സാധാരണ നോർമൽ പ്ലഗുകളിൽ നമുക്ക് യൂസ് ചെയ്യാം. എങ്ങനെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്ന സ്വിച്ച് ഇട്ടാൽ ഇത് വർക്ക് ചെയ്യും. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്രത്യേകതകളാണ് നമ്മൾ ഇവിടെ ഈ വീഡിയോയിൽ കാണുന്നത്. ഇതിൻ്റെ ലിഡ് കാര്യങ്ങളൊക്കെയാണ്. സാധാരണ പ്രഷർ കുക്കറിനുള്ളതുപോലെ ആ കാണുന്നത് സേഫ്റ്റി വാൽവാണ്. ഇപ്പോൾ ഞാൻ വിസിലാണ്. ആ വിസിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. അത് നമുക്കറിയാം, ഒരു സൈഡിലേക്ക് നീക്കിയാൽ അതിനകത്തുള്ള വിസിൽ മൊത്തം റിലീസാവും. ഒരു സൈഡിലേക്ക് നീക്കിയാൽ അത് സാധാരണ ഒരു പ്രഷർ കുക്കറിന് മുകളിൽ വിസിലിരിക്കുന്ന പോലെ ഇരിക്കുകയും കറക്റ്റ് ടൈമിലെങ്കിൽ പ്രഷർ കൂടുന്നതനുസരിച്ച് വിസിൽ വരികയും ചെയ്യും. നമുക്ക് ആ ലിഡ് തുറക്കണമെങ്കിൽ നമുക്ക് അതിനകത്തുള്ള വിസിൽ അതിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കറയണമെങ്കിൽ നമുക്ക് ആ വിസിൽ ഇങ്ങോട്ട് തിരിച്ച് വെക്കുകയാണെങ്കിൽ അടുത്ത സൈഡോട് തിരിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ വിസിൽ പുറത്തേക്ക് കളയുകയും ചെയ്യും. അതാണ് അതിൻ്റെ സിമ്പിൾ മെത്തേഡ്. ഇത് അതുപോലെ തന്നെ ഈ മൂടി തുറക്കുന്ന ഒരു രൂപമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ആ റെഡ് ബട്ടൺ പ്രസ് ചെയ്ത് ഇടത്തോട്ട് തിരിച്ചപ്പോൾ സിമ്പിളായിട്ട് മൂടി തുറന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡിലൊരു വെള്ള വാഷർ കാണാൻ സാധിക്കും. ആ വാഷർ നമുക്ക് ഓപ്പൺ ചെയ്യാം. ആ വാഷർ എടുത്ത് നമുക്ക് കഴുകി യൂസ് ചെയ്യാം. നമുക്ക് ലൂസാകുകയാണ്. സാധാരണ വാഷർ നമ്മൾ കുക്കറിന് വാഷർ മാറ്റിയിടുന്നാൽ തന്നെ ഇതിനും ഈ വാഷർ നമ്മൾ മാറ്റേണ്ടതുണ്ട്. അതുപോലെ തന്നെ സേഫ്റ്റി വാൽവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സാധാരണ കുക്കറുകൾക്ക് ഉണ്ടാകുന്നതാണ് സേഫ്റ്റി വാൽവ്. ഇതും ഒരു പരിധി വരെ കഴിയുമ്പോൾ ഇതും സേഫ്റ്റി വാൽവ് നമുക്ക് മാറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഈ മൂടികൾ സാധാരണ പ്രഷർ കുക്കറിൽ വരുന്ന മൂടിയിലുള്ള അതേ സെറ്റപ്പ് തന്നെയാണ്. വിസിൽ, സേഫ്റ്റി വാൽവ്, വാഷർ, ഇത് 3ഉം ഈ ഒരു ഇലക്ട്രിക് കുക്കറിനുണ്ട്. അപ്പോൾ സംഭവം മെത്തേഡൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു കുക്കർ തന്നെയാണ്, പക്ഷേ ഇത് കറണ്ടിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു മാറ്റം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് പ്രഷർ അധികം ഫാസ്റ്റായിട്ട് നമുക്ക് ഇലക്ട്രിക് ചൂട് അധികമായി കൊടുക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് കുക്കാകുകയും അതുപോലെ തന്നെ സ്റ്റീൽ ഉൾബോഡി മൊത്തം സ്റ്റീൽ ആയതുകൊണ്ട് ബോഡിക്ക് നമ്മുടെ ശരീരത്തിന് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്കിത് പാചകം ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ മെത്തേഡ്. ഇത് നമുക്കറിയാം, പ്ലഗ് കൊടുക്കുന്ന പോർട്ടാണ് ഇപ്പോൾ കാണുന്നത്. കോഡ് വയറാണ് കാണുന്നത്.
അതിൻ്റെ മെഷർമെൻറ്റ് കപ്പാണ്. ഇപ്പോൾ നമ്മൾ അരിയൊക്കെ ആണെങ്കിൽ നമുക്ക് ചോറ് വെക്കാനാണെങ്കിൽ ഇപ്പോൾ കാണിച്ച ആ ഒരു കപ്പില്ലേ, അതിൻ്റെ ഉള്ളിൽ കാണിച്ച ഒരു കപ്പ്, ആ ഒരു കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന തോതിലാണ് ഇതിനകത്തേക്ക് ഒഴിക്കേണ്ടത്. 1 കപ്പ് അരി എടുക്കുക, 2 കപ്പ് വെള്ളം ഒഴിക്കുക. സാധാരണ വീട്ടമ്മമാർ വീട്ടിൽ കുക്കറിൽ അരി വേവിക്കുന്നവരായിരിക്കാം, അവർക്ക് അളവ് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. സെയിം മെത്തേഡ് തന്നെ ഇതിൽ യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. നിങ്ങൾക്കും പല അളവുകളുണ്ടാവാം, അളവൊക്കെ അതിനകത്ത് അപ്ലൈ ചെയ്യാം. സാധാരണ കുക്കറിൽ നമ്മൾ ചോറ് വേവിക്കുമ്പോൾ ഏതൊക്കെ അളവിലാണ് വെള്ളം ഒഴിക്കാറ്, ഏതൊക്കെ അളവിലാണ് അരി എടുക്കാറ്, അത് ഇതിനകത്തും യൂസബിൾ ആണ്. ആ ഒരു മെത്തേഡ് യൂസബിൾ ആണ് എന്ന് മാത്രം. നല്ല അടിപൊളി സ്റ്റീൽ ബോഡിയുള്ള ഒരു പാത്രമാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ഇതിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പാചകം ചെയ്യേണ്ടത്. ഇതിൻ്റെ ഒരുപാട് ഫങ്ഷൻസുകൾ കാണാം. അതിൽ ഓരോന്നിനും നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് മാനുവലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് മാനുവലിൽ നിന്ന് ഫങ്ഷൻ ഓൺ ചെയ്തിട്ട് നമുക്ക് പ്ലസ് ബട്ടൺ നിൽക്കുകയാണെങ്കിൽ ടൈം കൂട്ടുക, മൈനസ് ബട്ടൺ നിൽക്കുകയാണെങ്കിൽ ടൈം കുറയ്ക്കുക. അപ്പോൾ ഇത് ആ ഒരു ബട്ടൺ അമർന്നിരിക്കുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി ഈ ഒരു പാത്രം ചൂടാകുന്നത്. അതിൻ്റെ മുകളിൽ പാത്രം ഉണ്ടെന്ന് ഈ കുക്കറിന് മനസ്സിലാക്കുകയും പാത്രം ഓട്ടോമാറ്റിക്കലി ഇത് ഹീറ്റാകാൻ തുടങ്ങും. അത് ഞാൻ ഇപ്പോൾ പിടിച്ച സാധനം ഹീറ്റാവുന്ന ഒരു പ്രതലമാണ്, അതായത് ചൂട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ആ കാണുന്നത്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ പാത്രം വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ഈ സ്റ്റീലല്ല, മറ്റ് സ്റ്റീൽ പാത്രങ്ങളും ഇതിൽ ഇറക്കി വെക്കാം കേട്ടോ. ഈ ഒരു പാത്രം മാത്രമല്ല, അതേപോലെ സീറ്റിംഗ് ആയിട്ടുള്ള ആ ഒരു സാധനം അടിയിലിട്ട് അമർന്നിരിക്കുന്ന സീറ്റിംഗ് ആയിട്ടുള്ള സ്റ്റീൽ പാത്രങ്ങൾ വേറെയും ഇതിനകത്തേക്ക് ഇറക്കി വെക്കാം. ആ ഒരു ആകൃതിയിൽ ഉണ്ടാവണം, ഈ ഒരു പാത്രത്തിൻ്റെ ഒരു ആകൃതിയിൽ ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രം മാത്രമല്ല, ഏത് പാത്രവും വെക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു അരിയുടെ കണക്ക് ഞാൻ പറഞ്ഞിരുന്നു. 1 കപ്പ് അരി എടുക്കുകയാണെങ്കിൽ 2 കപ്പ് വെള്ളം അതിനകത്ത് ഒഴിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ ഇതേപോലെ നമുക്ക് വയറ്റി എടുക്കാനൊക്കെ ആണെങ്കിൽ, അപ്പോൾ ഇത് തുറന്ന് വെച്ചിട്ടും കുക്ക് ചെയ്യുക. അതായത് ഈ മൂടിയിൽ അത് തുറന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പാചകം ചെയ്യാം എന്നുള്ളതും കൂടെ ഇതിൻ്റെ പ്രത്യേകതയാണ്. നമുക്ക് ഈ മൂടി തുറന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സാധാരണ നമ്മൾ കറി ഉണ്ടാക്കാനായിട്ടും അതുപോലെ തന്നെ വയറ്റാനും സബോളയൊക്കെ ഇട്ട് തൂമ്പിക്കാനൊക്കെ ആയിട്ട് നമ്മളെന്ത് ചെയ്യും, ഇത് തുറന്ന് വെച്ചിട്ട് പാചകം ചെയ്യാവുന്ന മെത്തേഡും ഇതിനകത്ത് യൂസ് ചെയ്യാം. അതിന് സൗട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫങ്ഷൻ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മൂടി തുറന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം, പാചകം ചെയ്യാം. മൂടി അടച്ച് വെക്കുകയാണെങ്കിൽ പ്രഷർ കുക്കർ പോലെ യൂസ് ചെയ്യാം. കേക്ക് ഉണ്ടാക്കാം, ചിക്കൻ കറി ഉണ്ടാക്കാം. നമുക്ക് സാധാരണ കുക്കറിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും, അതുപോലെ എല്ലാം പരിപാടികളിനകത്ത് നടക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഏറ്റവും മികച്ചൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രഷർ കുക്കറാണ്, അതുകൊണ്ട് തന്നെ കറണ്ടിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് കുക്കാകുന്നു. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ മറ്റൊരു അടുപ്പിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഗ്യാസിൻ്റെ ആവശ്യമല്ല, ഇൻഡക്ഷൻ കുക്കറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ബൾക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ ചാർജിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പാചകം ചെയ്ത് എടുക്കാം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു മിസ്റ്റർ ബട്ട്ലറിൻ്റെ ഈ ഒരു ഓട്ടോ ഇലക്ട്രിക് കുക്കറിൻ്റെ ഒരു പ്രത്യേകത. എല്ലാ വീട്ടമ്മമാരും വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണിത്. ഇത് ഞാൻ പറഞ്ഞു തുറന്ന് വെച്ചിട്ട് പാചകം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇത് അതുപോലെയാണ് ഞാൻ പറഞ്ഞ ആ ഫങ്ഷൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് തുറന്ന് വെച്ചിട്ട് ഇത് പാചകം ചെയ്യാം. ഇതിൻ്റെ വീഡിയോയുടെ ലിങ്ക്, അതായത് ഡീറ്റെയിൽ ആയിട്ട് ഓരോ പാചകവും ചെയ്യേണ്ട ഐറ്റംസിൻ്റെ സെപ്പറേറ്റ് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഐറ്റംസും എങ്ങനെയാണ് പാചകം ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ അവർ കാണിക്കുന്നുണ്ട്, മിസ്റ്റർ ബട്ട്ലർ. അപ്പോൾ അവർ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാം, നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. നിങ്ങൾക്ക് ഡെമോ വേണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ വന്ന് ചെയ്തു തരും അവർ. അതൊന്നും വിഷയമുള്ള കേസല്ല. നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ടോൾ ഫ്രീ നമ്മൾ രജിസ്റ്റർ ചെയ്യാം. അതുപോലെ തന്നെ 2 വർഷത്തെ ഹോൾസെയിൽ മൊത്തത്തിലുള്ള വാറണ്ടിയും അവർ കൊടുക്കുന്നുണ്ട്. 2 വർഷമാണ് വാറണ്ടി കൊടുക്കുന്നത്. ഇതൊക്കെയാണ് ഈ ഒരു കുക്കറിൻ്റെ എടുത്തു പറയേണ്ട ഒരു മേജറായിട്ടുള്ള പ്രത്യേകതകൾ. ഏത് ആവശ്യത്തിനും ഏത് കാലാവസ്ഥയ്ക്കും അനുയോജ്യമായിട്ടുള്ള ഏതൊരു അന്തരീക്ഷത്തിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതിപ്പോൾ അതിൻ്റെ ലോക്ക് ചെയ്യേണ്ട ഒരു രൂപമാണ് ഈ കാണിക്കുന്നത്. ലോക്ക് ചെയ്യേണ്ട ഒരു ആരോ മാർക്ക് ഉണ്ട്. ആരോ മാർക്ക് കറക്റ്റായിട്ട് ലോക്ക് എന്ന രീതിയിലേക്ക് നീക്കുക, ഇടത്ത് സൈഡോട്ട് നീക്കുകയാണെങ്കിൽ അത് ലോക്കാവും. റെഡ് ബട്ടൺ പ്രസ് ചെയ്ത് ലെഫ്റ്റ് സൈഡോട്ട് തിരിക്കുകയാണെങ്കിൽ അത് അൺലോക്ക് ആവും. അതാണ് അപ്പോൾ ഈ മൂടി തുറക്കാനും അടക്കാനുമുള്ള എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഇതിൽ നിങ്ങൾ കാണുന്നത്. ഇതാണ് ഈ ഒരു ഇലക്ട്രിക് കുക്കറിൻ്റെ പ്രത്യേകത. അപ്പോൾ താങ്ക് യു. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെൽ ഐക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ. ഗുഡ്.